ഷുവർ PC ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ PSC ഡ്രൈവർ എക്സാമിനാവശ്യമായ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തുകയാണ്. ആദ്യമായി വാഹനത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി നോക്കാം. ആദ്യം എൻജിൻ. ഇന്ധനത്തിലെ താപോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഭാഗമാണ് എൻജിൻ. ഇന്ധനത്തിലെ താപോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഭാഗമാണ് എൻജിൻ. വാഹനത്തിൻ്റെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗമാണ് എൻജിൻ. വാഹനം മുന്നോട്ട് പോകുന്നതിനാവശ്യമായ പവർ ഉൽപ്പാദിപ്പിക്കുന്നതും എൻജിനാണ്. ഇന്ധനത്തിലെ താപോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഭാഗമാണ് എൻജിൻ. വാഹനത്തിൻ്റെ ഹൃദയമെന്നറിയപ്പെടുന്നത് എൻജിനാണ്. വാഹനം മുന്നോട്ട് പോകുന്നതിനാവശ്യമായ പവർ ഉൽപ്പാദിപ്പിക്കുന്നത് എൻജിനാണ്. ലോകത്താദ്യമായി ഓട്ടോമൊബൈൽ വാഹനം നിർമ്മിച്ചത് നിക്കോളാസ് കുഗ്നട്ടാണ്. ലോകത്താദ്യമായി ഓട്ടോമൊബൈൽ വാഹനം നിർമ്മിച്ചത് നിക്കോളാസ് കുഗ്നട്ടാണ്. എന്നാൽ ലോകത്താദ്യമായി 4 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ചത് നിക്കോളാസ് എ ഓട്ടോ. ലോകത്തിലാദ്യമായി 4 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ചത് നിക്കോളാസ് എ ഓട്ടോയാണ്. മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എൻജിനാണ് അന്തർദഹന എൻജിൻ. മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എൻജിൻ ഏതാണ്? അന്തർദഹന എൻജിൻ. ഉള്ളിൽ ജ്വലനം നടക്കുന്ന ഒരു തരം എൻജിനാണ് ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻ അല്ലെങ്കിൽ അന്തർദഹന എൻജിൻ എന്നറിയപ്പെടുന്നത്. നീരാവി എൻജിൻ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻ വിഭാഗത്തിൽപ്പെടുന്നു. നീരാവി എൻജിൻ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ആധുനിക യുഗത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലുള്ള എൻജിനാണ് ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻ. ആധുനിക യുഗത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലുള്ള എൻജിനാണ് ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻ. മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എൻജിനാണ് അന്തർദഹന എൻജിൻ. ഉള്ളിൽ ജ്വലനം നടക്കുന്ന ഒരു തരം എൻജിനാണ് ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻ എന്നറിയപ്പെടുന്നത്. നീരാവി എൻജിൻ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻ ഉദാഹരണമാണ്. ആധുനിക യുഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോഗത്തിലുള്ള എൻജിനാണ് ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻ. ഇന്ധന മിശ്രിതത്തെ ജ്വലിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഉപകരണമാണ് സ്പാർക്ക് പ്ലഗ്. ഇന്ധന മിശ്രിതത്തെ ജ്വലിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഉപകരണമാണ് സ്പാർക്ക് പ്ലഗ്. പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ കറക്കം വീലുകളിലേക്ക് 90 ഡിഗ്രി നൽകുന്ന യന്ത്രഭാഗമാണ് ക്രൗണും പിനിയനും. പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ കറക്കം വീലുകളിലേക്ക് 90 ഡിഗ്രിയിൽ നൽകുന്ന യന്ത്രഭാഗത്തിൻ്റെ പേരാണ് ക്രൗണും പിനിയനും. ഡീസൽ എഞ്ചിനിൽ ജ്വലനം സൃഷ്ടിക്കുന്നതിന് വായുവിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്യുന്നത് ഫ്യൂവൽ ഇഞ്ചക്ടറാണ്. ഡീസൽ എഞ്ചിനിൽ ജ്വലനം സൃഷ്ടിക്കുന്നതിന് വായുവിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്യുന്നത് ഫ്യൂവൽ ഇഞ്ചക്ടറാണ്. സാധാരണ ഇരുചക്ര വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ പെട്രോൾ എഞ്ചിനും ശക്തി കൂടിയ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഡീസൽ എഞ്ചിനുമാണ്. സാധാരണ ഇരുചക്ര വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ പെട്രോൾ എഞ്ചിനും ശക്തി കൂടിയ വലിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എഞ്ചിൻ ഡീസൽ എഞ്ചിനുമാണ്. ഏതുതരം എഞ്ചിനാണ് ഡീസൽ എഞ്ചിൻ? IC എഞ്ചിൻ. ഡീസൽ എഞ്ചിൻ IC എഞ്ചിനാണ്, അതായത് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിനിൽ ഇല്ലാത്തതും പെട്രോൾ എഞ്ചിനിൽ ഉള്ളതുമായ ഉപകരണമാണ് കാർബറേറ്റർ. ഡീസൽ എഞ്ചിനിൽ ഇല്ലാത്തതും പെട്രോൾ എഞ്ചിനിൽ ഉള്ളതുമായ ഒരു ഉപകരണമാണ് കാർബറേറ്റർ. കാർബറേറ്റർ എഞ്ചിൻ എന്നറിയപ്പെടുന്നത് പെട്രോൾ എഞ്ചിനാണ്. കാർബറേറ്റർ എഞ്ചിൻ എന്നറിയപ്പെടുന്നത് പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിനിൽ പെട്രോളിന് നിശ്ചിത അനുപാതത്തിൽ വായുവുമായി കലർത്തുന്ന ഉപകരണമാണ് കാർബറേറ്റർ. പെട്രോൾ എഞ്ചിനിൽ പെട്രോളിന് നിശ്ചിത അനുപാതത്തിൽ വായുവുമായി കലർത്തുന്ന ഉപകരണമാണ് കാർബറേറ്റർ. വാഹന ചക്രങ്ങൾ കറങ്ങുന്നതിന് കാരണം ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ചലനമാണ്. വാഹന ചക്രങ്ങൾ കറങ്ങുന്നതിന് കാരണം ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ചലനമാണ്. ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പായി 30 സെക്കൻഡ് സമയം ഹീറ്റർ പ്ലഗ് സ്വിച്ച് അമർത്തണം. ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പായി 30 സെക്കൻഡ് സമയം ഹീറ്റർ പ്ലഗ് സ്വിച്ച് അമർത്തണം. ഡീസൽ എഞ്ചിനുള്ള വാഹനങ്ങളുടെ മലിനീകരണ തോത് പരിശോധിക്കുന്ന യന്ത്രമാണ് സ്മോക്ക് മീറ്റർ. ഡീസൽ എഞ്ചിനുള്ള വാഹനങ്ങളുടെ മലിനീകരണ തോത് പരിശോധിക്കുന്ന യന്ത്രമാണ് സ്മോക്ക് മീറ്റർ. മിക്ക വാഹനങ്ങളുടെയും എഞ്ചിൻ മുൻഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്നതിന് കാരണം വാഹനത്തിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാനാണ്. മിക്ക വാഹനങ്ങളുടെയും എഞ്ചിൻ മുൻഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്നതിന് കാരണം വാഹനത്തിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാനാണ്. ഡീസൽ എഞ്ചിനിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഹീറ്റർ പ്ലഗ്. ഡീസൽ എഞ്ചിനിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് ഹീറ്റർ പ്ലഗ്.
സ്പാർക്ക് പ്ലഗ് ഇഗ്നിഷൻ സംവിധാനമുള്ള എഞ്ചിനാണ് പെട്രോൾ എഞ്ചിൻ. സ്പാർക്ക് പ്ലഗ് ഇഗ്നിഷൻ സംവിധാനമുള്ള എഞ്ചിനാണ് പെട്രോൾ എഞ്ചിൻ. കുറഞ്ഞ മർദ്ദത്തിൽ ഇന്ധനം ജ്വലിക്കുന്ന എഞ്ചിനും പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. കുറഞ്ഞ മർദ്ദത്തിൽ ഇന്ധനം ജ്വലിക്കുന്ന എഞ്ചിനാണ് പെട്രോൾ എഞ്ചിൻ. കോൾഡ് സ്റ്റാർട്ടിംഗ് ചോക്ക് ഉപയോഗിക്കുന്ന എഞ്ചിനാണ് പെട്രോൾ എഞ്ചിൻ. കോൾഡ് സ്റ്റാർട്ടിങ്ങിന് ചോക്ക് ഉപയോഗിക്കുന്ന എഞ്ചിനാണ് പെട്രോൾ എഞ്ചിൻ. ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ ലൈനേഴ്സിൻ്റെ പേരാണ് വെറ്റ്. പെട്രോൾ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ ലൈനേഴ്സാണ് ഡ്രൈ. പെട്രോൾ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ ലൈനേഴ്സാണ് ഡ്രൈ. ആദ്യകാലങ്ങളിൽ മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന എഞ്ചിൻ്റെ പേരാണ് നീരാവി എഞ്ചിൻ. ആദ്യകാലങ്ങളിൽ മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന എഞ്ചിൻ്റെ പേരാണ് നീരാവി എഞ്ചിൻ. എഞ്ചിൻ ഫാനിൻ്റെ ധർമ്മം എന്താണ്? റേഡിയേറ്റർ തണുപ്പിക്കുക. എഞ്ചിൻ ഫാനിൻ്റെ ധർമ്മം റേഡിയേറ്റർ തണുപ്പിക്കുക എന്നതാണ്. എഞ്ചിനിൽ കൂളൻ്റ് ഉപയോഗിക്കുന്നത് എഞ്ചിനിൽ ഉണ്ടാകുന്ന അമിത താപം കുറയ്ക്കാനാണ്. എഞ്ചിനിൽ കൂളൻ്റ് ഉപയോഗിക്കുന്നത് എഞ്ചിനിൽ ഉണ്ടാകുന്ന അമിത താപം കുറയ്ക്കാനാണ്. ലീഫ് സ്പ്രിങ്സിൻ്റെ നീള വ്യത്യാസം സാധ്യമാകുന്നത് സ്പ്രിംഗ് ഷാക്കിൾ ഘടിപ്പിക്കുന്നത് കൊണ്ടാണ്. സ്പ്രിംഗ് ഷാക്കിൾ ഘടിപ്പിക്കുന്നത് കൊണ്ടാണ് ലീഫ് സ്പ്രിങ്ങിൻ്റെ നീള വ്യത്യാസം സാധ്യമാകുന്നത്. ലീഫ് സ്പ്രിങ്ങിൻ്റെ ആക്സിലുമായി ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് യു ബോൾട്ട്. ലീഫ് സ്പ്രിങ്ങിനെ ആക്സിലുമായി ബന്ധിപ്പിക്കുന്ന സംവിധാനത്തെ അറിയപ്പെടുന്നതാണ് യു ബോൾട്ട്. സംവിധാനം യു ബോൾട്ടാണ്. സസ്പെൻഷനിൽ ഉപയോഗിക്കുന്ന ഷോക്ക് അബ്സോർബറിൻ്റെ പ്രധാന ധർമ്മം ലീഫ് സ്പ്രിങ്ങിൽ വരുന്ന ഷോക്കിനെ വലിച്ചെടുക്കുന്നു. സസ്പെൻഷനിൽ ഉപയോഗിക്കുന്ന ഷോക്ക് അബ്സോർബറിൻ്റെ പ്രധാന ധർമ്മം ലീഫ് സ്പ്രിങ്ങറിൽ വരുന്ന ഷോക്കിനെ വലിച്ചെടുക്കുക എന്നതാണ്. ടർബോ ചാർജർ പ്രവർത്തിക്കുന്നത് എക്സോസ്റ്റ് ഗ്യാസിൻ്റെ മർദ്ദനം മൂലമാണ്. ടർബോ ചാർജർ പ്രവർത്തിക്കുന്നത് എക്സോസ്റ്റ് ഗ്യാസിൻ്റെ മർദ്ദനം മൂലമാണ്. ടർബോ ചാർജറുള്ള എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് അല്പസമയം ഐഡലായി നിർത്തുക. ടർബോ ചാർജറുള്ള എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് അല്പസമയം ഐഡലായി നിർത്തുക. ടെമ്പറേച്ചറിനനുസരിച്ച് എൻജിൻ ഓയിലിൻ്റെ വിസ്കോസിറ്റി എത്രമാത്രം മാറുന്നു എന്നതാണ് വിസ്കോസിറ്റി ഇൻഡെക്സ് എന്നറിയപ്പെടുന്നത്. ടെമ്പറേച്ചറിനനുസരിച്ച് എൻജിൻ ഓയിലിൻ്റെ വിസ്കോസിറ്റി എത്രമാത്രം മാറുന്നു എന്നതാണ് വിസ്കോസിറ്റി ഇൻഡെക്സ് എന്നറിയപ്പെടുന്നത്. വാഹനത്തിലെ എൻജിൻ ഓയിലിൻ്റെ അളവ് പരിശോധിക്കുന്ന ഉപകരണമാണ് ഓയിൽ ഡിപ്സ്റ്റിക്. വാഹനത്തിലെ എൻജിൻ ഓയിലിൻ്റെ അളവ് പരിശോധിക്കുന്ന ഉപകരണമാണ് ഓയിൽ ഡിപ്സ്റ്റിക്. ടർബോ ചാർജറുള്ള വാഹനത്തിൻ്റെ എൻജിൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഐഡ്ലിംഗ് വേഗതയിൽ 1 മിനിറ്റ് റൺ ചെയ്തതിന് ശേഷം ഓഫാക്കണം. ടർബോ ചാർജറുള്ള വാഹനത്തിൻ്റെ എൻജിൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഐഡ്ലിംഗ് വേഗതയിൽ 1 മിനിറ്റ് റൺ ചെയ്തതിന് ശേഷം ഓഫാക്കണം. വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രൽ ഗിയറിൽ സ്റ്റാർട്ട് ചെയ്യുക. വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രൽ ഗിയറിൽ സ്റ്റാർട്ട് ചെയ്യുക. എൻജിൻ വാൽവ് ക്ലിയറൻസ് പരിശോധിക്കുന്നതിനാവശ്യമായ ഉപകരണമാണ് ഫീലർ ഗേജ്. എൻജിൻ വാൽവ് ക്ലിയറൻസ് പരിശോധിക്കുന്നതിനാവശ്യമായ ഉപകരണമാണ് ഫീലർ ഗേജ്. ഒരു പെട്രോൾ എൻജിനിൽ ഇന്ധനം കത്തിക്കാൻ ആവശ്യമായ ഉപകരണമാണ് സ്പാർക്ക് പ്ലഗ്. ഒരു പെട്രോൾ എൻജിനിൽ ഇന്ധനം കത്തിക്കാൻ ആവശ്യമായ ഉപകരണമാണ് സ്പാർക്ക് പ്ലഗ്. 3 സിലിണ്ടർ എൻജിൻ ഉപയോഗിച്ച് ഓടുന്ന ഒരു വാഹനമാണ് മാരുതി 800. 3 സിലിണ്ടർ എൻജിൻ ഉപയോഗിച്ച് ഓടുന്ന ഒരു വാഹനമാണ് മാരുതി 800 കാർ. ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത് ഓരോ സിലിണ്ടറും ക്രമമായി ജ്വലനം നടക്കുന്നതിനെയാണ്. ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത് ഓരോ സിലിണ്ടറിലും ക്രമമായി ജ്വലനം നടക്കുന്നതിനെയാണ്. മാരുതി 800ൻ്റെ ഫയറിംഗ് ഓർഡറാണ് 132. മാരുതി 800ൻ്റെ ഫയറിംഗ് ഓർഡറാണ് 132. ഒരു അംബാസഡർ കാറിൻ്റെ ഫയറിംഗ് ഓർഡർ ആണെങ്കിൽ 1342. മാരുതി 800 132. ഒരു അംബാസഡർ കാറാണെങ്കിൽ 1342. സാധാരണ ബസ്സിൻ്റെ എൻജിൻ സിലിണ്ടറുകളുടെ എണ്ണം 6 ആണ്. സാധാരണ ബസ്സിൻ്റെ എൻജിൻ സിലിണ്ടറുകളുടെ എണ്ണം 6. 4 സിലിണ്ടർ എൻജിൻ്റെ ഫയറിംഗ് ഓർഡർ 1342 ആണ്. അതായത് അംബാസഡർ കാർ 1342. എന്നാൽ
6 സിലിണ്ടറുള്ള എൻജിൻ്റെ ഫയറിംഗ് ഓർഡറാണ് 153624. 153624. ബസ്സിൻ്റെ സിലിണ്ടറിൻ്റെ ഫയറിംഗ് ഓർഡറാണ് 153624. ബസ്സിൻ്റെ സിലിണ്ടറിൻ്റെ ഫയറിംഗ് ഓർഡറാണ് 153624. ഹെവി ഡ്യൂട്ടി ടാറ്റ വണ്ടികളുടെ ഫയറിംഗ് ഓർഡർ 153624 ആണ്. ബസ്സിൻ്റെ സിലിണ്ടർ ഫയറിംഗ് ഓർഡർ, ഹെവി ഡ്യൂട്ടി ടാറ്റ വണ്ടികളുടെ ഫയറിംഗ് ഓർഡർ, 6 സിലിണ്ടറുള്ള എൻജിൻ്റെ ഫയറിംഗ് ഓർഡർ എന്നിവ 153624 ആണ്. ഡീസൽ എൻജിനെ പറയാവുന്ന മറ്റൊരു പേരാണ് കംപ്രഷൻ ഇഗ്നിഷൻ എൻജിൻ. ഡീസൽ എൻജിനെ പറയാവുന്ന മറ്റൊരു പേരാണ് കംപ്രഷൻ ഇഗ്നിഷൻ എൻജിൻ. എൻജിൻ തണുക്കാനും എൻജിനിലെ അഴുക്ക് വൃത്തിയാക്കാനും എൻജിനിലുള്ള കർഷണം കുറയ്ക്കാനും സഹായിക്കുന്നത് ലൂബ്രിക്കേറ്റിംഗ് ഓയിലാണ്. എൻജിൻ തണുക്കാനും എൻജിനിലെ അഴുക്ക് വൃത്തിയാക്കാനും എൻജിനുള്ള കർഷണം കുറയ്ക്കാനും സഹായിക്കുന്നത് ലൂബ്രിക്കേറ്റിംഗ് ഓയിലാണ്. എൻജിനകത്ത് ഓയിൽ കത്തിയാൽ എൻജിൻ പുറന്തള്ളുന്ന വാതകത്തിൻ്റെ നിറം ചാരനിറം അല്ലെങ്കിൽ നീല നിറമാണ്. എൻജിനകത്ത് ഓയിൽ കത്തിയാൽ എൻജിൻ പുറന്തള്ളുന്ന വാതകത്തിൻ്റെ നിറം ചാരനിറം അല്ലെങ്കിൽ നീല നിറം. ഒരു വാഹനത്തിൻ്റെ സൈലൻസറിൽ നിന്നും കറുത്ത പുക വരുന്നത് എൻജിനിലേക്ക് അമിതമായി ഇന്ധനം നൽകുന്നത് കൊണ്ടാണ്. ഒരു വാഹനത്തിൻ്റെ സൈലൻസറിൽ നിന്നും കറുത്ത പുക വരുന്നത് എൻജിനിലേക്ക് അമിതമായി ഇന്ധനം നൽകുന്നത് കൊണ്ടാണ്. തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ ധർമ്മം എൻജിൻ പെട്ടെന്ന് വാമപ്പ് ആക്കുക. തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ ധർമ്മമാണ് എൻജിൻ പെട്ടെന്ന് വാമപ്പ് ആക്കുക. എൻജിനിൽ നിന്നും പുറന്തള്ളുന്ന വായുവിൻ്റെ ശബ്ദം നിയന്ത്രിക്കുന്നത് മഫ്ലർ ആണ്. എൻജിനിൽ നിന്നും പുറന്തള്ളുന്ന വായുവിൻ്റെ ശബ്ദം നിയന്ത്രിക്കുന്നത് മഫ്ലർ ആണ്. സാധാരണഗതിയിൽ റേഡിയേറ്ററിലെ വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴേക്ക്. സാധാരണഗതിയിൽ റേഡിയേറ്ററിലെ വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ക്ലച്ച് പെഡൽ ഉപയോഗിക്കാറില്ല. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ക്ലച്ച് പെഡൽ ഉപയോഗിക്കാറില്ല. ഒരു വാഹനത്തിൽ എൻജിൻ ഓയിൽ കൂടുതൽ ചെലവാകുന്നത് പിസ്റ്റൺ റിങ്ങിൻ്റെ തകരാറ് കൊണ്ടാണ്. ഒരു വാഹനത്തിൽ എൻജിൻ ഓയിൽ കൂടുതൽ ചെലവാകുന്നത് പിസ്റ്റൺ റിങ് തകരാറാവുന്നത് കൊണ്ടാണ്. എൻജിൻ ഓയിലിൻ്റെ അളവ് ഡിപ്പ് സ്റ്റിക്കറിൻ്റെ താഴത്തെയും മുകളിലത്തെയും വരികൾക്കിടയിലാവണം. എൻജിൻ ഓയിലിൻ്റെ അളവ് ഡിപ്പ് സ്റ്റിക്കറിൻ്റെ താഴത്തെയും മുകളിലത്തെയും വരികൾക്ക് ഇടയിലാവണം. എൻജിൻ സിലിണ്ടർ ഹെഡ് ബോൾട്ട് മുറുക്കുന്നതിന് സാധാരണ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡോർക്ക് റെഞ്ച്. എൻജിൻ സിലിണ്ടർ ഹെഡ് ബോൾട്ട് മുറുക്കുന്നതിന് സാധാരണ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡോർക്ക് റെഞ്ച്. ഹെവി വാഹനങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്ന എൻജിൻ ഓയിലിൻ്റെ ഗ്രേഡ് SAE 15W40CH4. ഹെവി വാഹനങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്ന എൻജിൻ ഓയിലിൻ്റെ ഗ്രേഡ് SAE 15W40CH4. എൻജിനിലേക്കുള്ള വായുവിൽ നിന്ന് പൊടിപടലങ്ങൾ വലിച്ചെടുക്കുന്ന ഉപകരണമാണ് എയർ ഫിൽറ്റർ. എൻജിനിലേക്കുള്ള വായുവിൽ നിന്ന് പൊടിപടലങ്ങൾ വലിച്ചെടുക്കുന്ന ഉപകരണമാണ് എയർ ഫിൽറ്റർ. ഓയിൽ പാൻ ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് സിലിണ്ടർ ബ്ലോക്കിൻ്റെ താഴ്ഭാഗം. ഓയിൽ പാൻ ഘടിപ്പിച്ചിരിക്കുന്നത് സിലിണ്ടർ ബ്ലോക്കിൻ്റെ താഴ്ഭാഗത്താണ്. സിലിണ്ടർ ബോർ എന്നാൽ സിലിണ്ടറിൻ്റെ വ്യാസം എന്നാണ്. സിലിണ്ടർ ബോർ എന്നാൽ സിലിണ്ടറിൻ്റെ വ്യാസമാണ്. ഡീസൽ എഞ്ചിനകത്തേക്ക് വായു പ്രവേശിക്കുന്നത് ഇൻലെറ്റ് വാൽവ് വഴിയാണ്. ഡീസൽ എഞ്ചിനകത്തേക്ക് വായു പ്രവേശിക്കുന്നത് ഇൻലെറ്റ് വാൽവ് വഴിയാണ്. 6 സിലിണ്ടറുള്ള ഒരു എഞ്ചിനിൽ 12 വാൽവുകൾ ഉണ്ടായിരിക്കും. 6 സിലിണ്ടറുള്ള ഒരു എഞ്ചിനിൽ 12 വാൽവുകൾ ഉണ്ടായിരിക്കും. എൻജിൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്റ്റാർട്ടർ മോട്ടോർ പ്രവർത്തിപ്പിക്കരുത് എന്ന് പറയാൻ കാരണം ഫ്ലൈ വീലിലെ പല്ലുകൾക്ക് തകരാറുണ്ടാകും. എൻജിൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്റ്റാർട്ടർ മോട്ടോർ പ്രവർത്തിപ്പിക്കരുതെന്ന് പറയാൻ കാരണം ഫ്ലൈ വീലിലെ പല്ലുകൾക്ക് തകരാറുണ്ടാകും. അതിനാലാണ്. എൻജിൻ സിലിണ്ടറിലെ ഹെഡ് ഗാസ്കറ്റ് തകരാറിലായാൽ സംഭവിക്കുന്നത് റേഡിയേറ്ററിലെ എൻജിൻ ഓയിൽ എത്തും. എൻജിൻ സിലിണ്ടറിലെ ഹെഡ് ഗാസ്കറ്റ് തകരാറിലായാൽ റേഡിയേറ്ററിൽ എൻജിൻ ഓയിൽ എത്തും. എൻജിനുകളിലെ പിസ്റ്റൺ റിങ്ങുകൾ ഉപയോഗിക്കുന്നത്
ലീക്ക് പ്രൂഫ് കംപ്രഷൻ കിട്ടുന്നതിനു വേണ്ടിയാണ്. എഞ്ചിനുകളിൽ പിസ്റ്റൺ റിങ്ങുകൾ ഉപയോഗിക്കുന്നത് ലീക്ക് പ്രൂഫ് കംപ്രഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഒന്നിലധികം സിലിണ്ടറുകളുള്ള എഞ്ചിനുകളിൽ ഒരു സിലിണ്ടർ മാത്രം മിസ്ഫയർ ചെയ്യുന്നത് കേടായ സ്പാർക്ക് പ്ലഗ് ആയതുകൊണ്ടാണ്. ഒന്നിലധികം സിലിണ്ടറുകളുള്ള എഞ്ചിനുകളിൽ ഒരു സിലിണ്ടർ മാത്രം മിസ്ഫയർ ചെയ്യുന്നത് കേടായ സ്പാർക്ക് പ്ലഗ് ആയതുകൊണ്ടാണ്. എഞ്ചിനിൽ വാട്ടർ പമ്പ് ഘടിപ്പിക്കുന്നതിനുള്ള കാരണം വെള്ളം സർക്കുലേറ്റ് ചെയ്യാനാണ്. എഞ്ചിനിൽ വാട്ടർ പമ്പ് ഘടിപ്പിക്കുന്നതിന് കാരണം വെള്ളം സർക്കുലേറ്റ് ചെയ്യാനാണ്. ഒരു ഡീസൽ എഞ്ചിനിൽ എയർ ഫ്യൂവൽ മിക്സ് ചെയ്യപ്പെടുന്നത് എഞ്ചിൻ കമ്പസ്റ്റൻ ചേമ്പറിൽ വച്ചാണ്. ഒരു ഡീസൽ എഞ്ചിനിൽ എയർ ഫ്യൂവൽ മിക്സ് ചെയ്യപ്പെടുന്നത് എഞ്ചിൻ കമ്പസ്റ്റൻ ചേമ്പറിൽ വച്ചാണ്. ടർബോ ചാർജറിൻ്റെ ഉപയോഗം എഞ്ചിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനാണ്. ടർബോ ചാർജർ ഉപയോഗിക്കുന്നത് എഞ്ചിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനാണ്. മിലിറ്ററി ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് സാധാരണ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല. മിലിറ്ററി ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് സാധാരണ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇന്ത്യയിൽ പ്രീമിയർ കാർ നൽകുന്ന സ്ഥലം മുംബൈയാണ്. ഇന്ത്യയിൽ പ്രീമിയർ കാർ നിർമ്മിക്കുന്ന സ്ഥലം മുംബൈയാണ്. ടാറ്റ ബസ് ഉണ്ടാക്കുന്ന ഫാക്ടറികൾ സ്ഥിതി ചെയ്യുന്നത് ലക്നൗ, പൂനെ, ധാർവാഡ്, ജംഷഡ്പൂർ, ഗോവ. ടാറ്റ ബസ് ഉണ്ടാക്കുന്ന ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ ലക്നൗ, പൂനെ, ധാർവാഡ്, ജംഷഡ്പൂർ, ഗോവ. ഇരുചക്ര വാഹനം ഓടിക്കുന്ന ഡ്രൈവർ സിഗ്നൽ കാണിക്കേണ്ടത് വലതു കൈകൊണ്ടാണ്. ഇരുചക്ര വാഹനം ഓടിക്കുന്ന ഡ്രൈവർ സിഗ്നൽ കാണിക്കേണ്ടത് വലതു കൈകൊണ്ടാണ്. സിഗ്നൽ ലൈറ്റിൽ ചുവപ്പ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് മുകളിലാണ്. സിഗ്നൽ ലൈറ്റിൽ ചുവപ്പ് മുകളിലാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാർബറേറ്ററാണ് സോളക്സ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാർബറേറ്ററാണ് സോളക്സ്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാൽ നീരാവി തണുപ്പിച്ചതാണ്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാൽ നീരാവി തണുപ്പിച്ചത് എന്നാണ്. ഒരു വാഹനത്തിൻ്റെ പ്രൊപ്പലർ ഷാഫ്റ്റിൽ യൂണിവേഴ്സൽ ജോയിന്റ് ഘടിപ്പിക്കുന്നത് എൻജിൻ ടോർക്ക് ഒരു പ്രത്യേക കോണിൽ ആക്സിലിലേക്ക് പകർന്നു നൽകാനാണ്. ഒരു വാഹനത്തിൻ്റെ പ്രൊപ്പലർ ഷാഫ്റ്റിൽ യൂണിവേഴ്സൽ ജോയിന്റ് ഘടിപ്പിക്കുന്നത് എൻജിൻ ടോർക്ക് ഒരു പ്രത്യേക കോണിൽ ആക്സിലിലേക്ക് പകർന്നു നൽകാനാണ്. മോഡേൺ ഷോക്ക് അബ്സോർബറിൽ ഉപയോഗിക്കുന്ന വാതകമാണ് നൈട്രജൻ. മോഡേൺ ഷോക്ക് അബ്സോർബറിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? നൈട്രജനാണ്. അടുത്തതായി എന്താണ് കൂളിംഗ് സിസ്റ്റം എന്ന് നോക്കാം. എഞ്ചിനിലെ താപ നിയന്ത്രണ സംവിധാനമാണ് കൂളിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. എഞ്ചിനിലെ താപ നിയന്ത്രണ സംവിധാനമാണ് കൂളിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. എഞ്ചിന് കൂളിങ്ങിന് സഹായിക്കുന്ന ഉപകരണമാണ് തെർമോസ്റ്റാറ്റ്. എഞ്ചിൻ കൂളിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോസ്റ്റാറ്റ്. തെർമോസ്റ്റാറ്റിന്റെ സ്ഥാനം റേഡിയേറ്റർ ഇൻലെറ്റ് ഹോസിനും സിലിണ്ടർ ഹെഡിനും ഇടയിലാണ്. റേഡിയേറ്റർ ഇൻലെറ്റ് ഹോസിനും സിലിണ്ടർ ഹെഡിനുമിടയിലാണ് തെർമോസ്റ്റാറ്റ് സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷ വായു മൂലം എഞ്ചിൻ തണുപ്പിക്കുന്ന സിസ്റ്റമാണ് എയർ കൂളിംഗ് സിസ്റ്റം. അന്തരീക്ഷ വായു മൂലം എഞ്ചിൻ തണുപ്പിക്കുന്ന സിസ്റ്റമാണ് എയർ കൂളിംഗ് സിസ്റ്റം. ഏക സിലിണ്ടർ വാഹനങ്ങളിലെ കൂളിംഗ് സിസ്റ്റം എയർ കൂളിംഗ് സിസ്റ്റമാണ്. ഏക സിലിണ്ടർ വാഹനങ്ങളിലെ കൂളിംഗ് സിസ്റ്റം എയർ കൂളിംഗ് സിസ്റ്റമാണ്. എന്നാൽ ഒന്നിൽ കൂടുതൽ സിലിണ്ടറുള്ള വാഹനങ്ങളിൽ വാട്ടർ കൂളിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഏക സിലിണ്ടർ സിസ്റ്റമാണെങ്കിൽ എയർ കൂളിംഗ് സിസ്റ്റവും, ഒന്നിൽ കൂടുതൽ സിലിണ്ടർ ഉണ്ടെങ്കിൽ വാട്ടർ കൂളിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. കൂളിങ്ങിന് ഉപയോഗിക്കുന്ന കൂളന്റിനെ തണുപ്പിക്കുന്നത് റേഡിയേറ്റർ ആണ്. കൂളിങ്ങിന് ഉപയോഗിക്കുന്ന കൂളന്റിനെ തണുപ്പിക്കുന്നത് റേഡിയേറ്റർ ആണ്. എൻജിൻ കൂളന്റിൻ്റെ ഊഷ്മാവ് ഒരു പ്രത്യേക അളവിൽ പിടിച്ചു നിർത്തുന്ന ഉപകരണമാണ് തെർമോസ്റ്റാറ്റ്. എൻജിൻ കൂളന്റിൻ്റെ ഊഷ്മാവ് ഒരു പ്രത്യേക അളവിൽ പിടിച്ചു നിർത്തുന്ന ഉപകരണമാണ് തെർമോസ്റ്റാറ്റ്. ഹെവി വാഹനങ്ങളിലെ എൻജിൻ കൂളിംഗ് നടത്തുന്നത് എയർ, വാട്ടർ, ഓയിൽ ഇവയെല്ലാം ചേർന്ന സിസ്റ്റമാണ്. ഹെവി വാഹനങ്ങളിൽ എൻജിൻ കൂളിംഗ് നടത്തുന്നത് എയർ, വാട്ടർ, ഓയിൽ ഇവയെല്ലാം ചേർന്ന സിസ്റ്റമാണ്. കൂളന്റ് ഉപയോഗിക്കുന്നത് മൂലമുള്ള ഗുണമാണ് എൻജിൻ്റെ യന്ത്രഭാഗങ്ങൾ തുരുമ്പെടുക്കുന്നത് തടയാം. കൂളന്റ് ഉപയോഗിക്കുന്നത് വഴി എൻജിൻ്റെ യന്ത്രഭാഗങ്ങൾ തുരുമ്പെടുക്കുന്നത് തടയാം. പുതിയ അശോക് ലൈലാൻഡ് വാഹനങ്ങളുടെ എൻജിൻ തണുപ്പിക്കാൻ റേഡിയേറ്ററിൽ ഒഴിക്കുന്നത് വെള്ളവും കൂളന്റും ചേർന്ന മിശ്രിതമാണ്. പുതിയ അശോക് ലൈലാൻഡ് വാഹനങ്ങളുടെ എൻജിൻ തണുപ്പിക്കാൻ റേഡിയേറ്ററിൽ ഉപയോഗിക്കുന്നത്
വെള്ളവും കൂളന്റും ചേർന്ന മിശ്രിതമാണ്. കൂളിംഗ് സിസ്റ്റത്തിൽ കൂളന്റിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടാൻ കാരണം പ്രഷർ ക്യാപ്പാണ്. കൂളിംഗ് സിസ്റ്റത്തിൽ കൂളന്റിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടാൻ കാരണം പ്രഷർ ക്യാപ്പാണ്. അടുത്തതായി സ്ട്രോക്ക് എന്താണെന്ന് നോക്കാം. ഒരു പ്രവർത്തന സൈക്കിൾ പൂർത്തിയാക്കാൻ 2 സ്ട്രോക്ക് എടുക്കുന്ന എഞ്ചിനുകളെ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു പ്രവർത്തന സൈക്കിൾ പൂർത്തിയാക്കാൻ 4 സ്ട്രോക്ക് എടുക്കുന്ന എഞ്ചിനുകളെ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയാം. ഒരു പ്രവർത്തന സൈക്കിൾ പൂർത്തിയാക്കാൻ 2 സ്ട്രോക്ക് എടുക്കുന്ന എഞ്ചിനുകളെ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്നും ഒരു പ്രവർത്തന സൈക്കിൾ പൂർത്തിയാക്കാൻ 4 സ്ട്രോക്ക് എടുക്കുന്ന എഞ്ചിനുകളെ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്നും പറയാം. 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ ജ്വലനം നടന്ന് പിസ്റ്റണിനെ താഴോട്ട് ചലിപ്പിക്കുന്ന സ്ട്രോക്കാണ് പവർ സ്ട്രോക്ക്. 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ ജ്വലനം നടന്ന് പിസ്റ്റണിനെ താഴോട്ട് ചലിപ്പിക്കുന്ന സ്ട്രോക്ക് ആണ് പവർ സ്ട്രോക്ക്. 2 സ്ട്രോക്ക് എഞ്ചിനുകളിൽ എഞ്ചിൻ തണുപ്പിക്കുന്നത് എയർ കൂളിംഗ് ഉപയോഗിച്ചാണ്. 2 സ്ട്രോക്ക് എഞ്ചിനുകളിൽ എഞ്ചിൻ തണുപ്പിക്കുന്നത് എയർ കൂളിംഗ് ഉപയോഗിച്ചാണ്. എയർ കംപ്രഷൻ പ്രഷർ കൊണ്ട് ജ്വലനം നടക്കുന്ന എഞ്ചിനാണ് ഡീസൽ എഞ്ചിൻ. എയർ കംപ്രഷൻ പ്രഷർ കൊണ്ട് ജ്വലനം നടക്കുന്ന എഞ്ചിനാണ് ഡീസൽ എഞ്ചിൻ. ഡീസൽ എഞ്ചിനകത്തുള്ള ഇന്ധനം കൃത്യസമയത്ത് കൃത്യ അളവിൽ എത്തിക്കുന്ന ഉപകരണമാണ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്. ഡീസൽ എഞ്ചിനകത്തുള്ള ഇന്ധനം കൃത്യസമയത്ത് കൃത്യ അളവിൽ എത്തിക്കുന്ന ഉപകരണമാണ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ്. 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനിൽ എത്രാമത്തെ സ്ട്രോക്കിലാണ് ശക്തി ഉൽപ്പാദിപ്പിക്കുന്നത്? 3-മത്തെ. 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനിൽ 3-മത്തെ സ്ട്രോക്കിലാണ് ശക്തി ഉൽപ്പാദിപ്പിക്കുന്നത്. പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ആദ്യമായി പെട്രോൾ എഞ്ചിൻ നോക്കാം. പെട്രോൾ എഞ്ചിൻ ഇന്ധനം ജ്വലിക്കുന്നത് കുറഞ്ഞ മർദ്ദത്തിലാണ്. കാർബറേറ്ററും സ്പാർക്ക് പ്ലഗുമുണ്ട്. ജ്വലനം നടക്കുന്നത് കുറഞ്ഞ മർദ്ദത്തിലാണ്. കാർബറേറ്ററുകളും സ്പാർക്ക് പ്ലഗുമുണ്ട്. കാർബറേറ്ററിൽ നിന്നും പെട്രോൾ വായു മിശ്രിതം സിലിണ്ടറിൽ എത്തുന്നു. കാർബറേറ്ററിൽ നിന്നും പെട്രോൾ വായു മിശ്രിതം സിലിണ്ടറിൽ എത്തുന്നു. ഇഗ്നിഷൻ ചെയ്യുന്നത് സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചാണ്. എഞ്ചിന് ഭാരക്കുറവാണ്. എഞ്ചിന്റെ ശക്തിയും കുറവായിരിക്കും. ചോക്ക് സംവിധാനം ഉപയോഗിച്ച് കോൾഡ് സ്റ്റാർട്ടിംഗ് നടത്തുന്നു. ഇന്ധനം ജ്വലിക്കുന്നത് കുറഞ്ഞ മർദ്ദത്തിലാണ്. കാർബറേറ്ററും സ്പാർക്ക് പ്ലഗും ഉണ്ട്. കാർബറേറ്ററിൽ നിന്നും പെട്രോൾ വായു മിശ്രിതം സിലിണ്ടറിൽ എത്തുന്നു. ഇഗ്നിഷൻ ചെയ്യുന്നത് സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചാണ്. എഞ്ചിന് ഭാരക്കുറവാണ്. എഞ്ചിന്റെ ശക്തിയും കുറവായിരിക്കും. ചോക്ക് സംവിധാനം ഉപയോഗിച്ച് കോൾഡ് സ്റ്റാർട്ടിംഗ് നടത്തുന്നു. ഡീസൽ എഞ്ചിനാണെങ്കിൽ ഇന്ധനം കൂടിയ മർദ്ദത്തിൽ ജ്വലിക്കും. പെട്രോൾ ആണെങ്കിൽ ഇന്ധനം ജ്വലിക്കുന്നത് കുറഞ്ഞ മർദ്ദത്തിലാണ്. എന്നാൽ ഡീസൽ എഞ്ചിനിലാണെങ്കിൽ ഇന്ധനം കൂടിയ മർദ്ദത്തിലാണ് ജ്വലിക്കുന്നത്. കാർബറേറ്ററും സ്പാർക്ക് പ്ലഗും ഇല്ല. ഡീസൽ എഞ്ചിനിൽ കാർബറേറ്ററും ഇല്ല, സ്പാർക്ക് പ്ലഗും ഇല്ല. ഇന്ധനം ഫ്യുവൽ ഇഞ്ചക്ടർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്നു. കംപ്രഷൻ ഇഗ്നിഷൻ സംവിധാനം ഉപയോഗിക്കുന്നു. താരതമ്യേന ഭാരക്കൂടുതലുള്ള എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. എഞ്ചിൻ ശക്തി കൂടുതലാണ്. ഹീറ്റർ പ്ലഗ് സംവിധാനമാണ് കോൾഡ് സ്റ്റാർട്ടിങ്ങിന് ഉപയോഗിക്കുന്നത്. ഡീസൽ എഞ്ചിനിൽ ഇന്ധനം കൂടിയ മർദ്ദത്തിൽ ജ്വലിക്കുന്നു. കാർബറേറ്ററും സ്പാർക്ക് പ്ലഗും ഇല്ല. ഇന്ധനം ഫ്യുവൽ ഇഞ്ചക്ടർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്നു. കംപ്രഷൻ ഇഗ്നിഷൻ സംവിധാനം ഉപയോഗിക്കുന്നു. താരതമ്യേന ഭാരക്കൂടുതലുള്ള എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. എഞ്ചിൻ ശക്തി കൂടുതലാണ്. ഹീറ്റർ പ്ലഗ് സംവിധാനമാണ് കോൾഡ് സ്റ്റാർട്ടിങ്ങിന് ഉപയോഗിക്കുന്നത്. എഞ്ചിന്റെ ശബ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നത് സൈലൻസ് മഫ്ലർ ആണ്. എഞ്ചിന്റെ ശബ്ദം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് സൈലൻസ് മഫ്ലർ ആണ്. ഒരു മോട്ടോർ വാഹനത്തിൽ ഇലക്ട്രിക് സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്ന ഉപകരണമാണ് ഇഗ്നിഷൻ സ്വിച്ച്. ഒരു മോട്ടോർ വാഹനത്തിൽ ഇലക്ട്രിക് സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്ന ഉപകരണമാണ് ഇഗ്നിഷൻ സ്വിച്ച് എന്നറിയപ്പെടുന്നത്. എഞ്ചിൻ തണുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ചോക്കാണ്. എഞ്ചിൻ തണുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ചോക്കാണ്. 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് എഞ്ചിനുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. 2 സ്ട്രോക്ക് എഞ്ചിൻ അലുമിനിയം അലോയ്ഡ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. 2 സ്ട്രോക്ക് എഞ്ചിനിൽ അലുമിനിയം അലോയ്ഡാണ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഉരുക്ക് എഞ്ചിനാണ്. 2 സ്ട്രോക്ക് എഞ്ചിനിൽ അലുമിനിയം അലോയ്ഡും 4 സ്ട്രോക്ക് ആണെങ്കിൽ ഉരുക്ക് എഞ്ചിനുമാണ് ഉപയോഗിക്കുന്നത്. 2 സ്ട്രോക്ക് എഞ്ചിന് ഒരു പ്രവർത്തന സൈക്കിൾ പൂർത്തിയാക്കാൻ 2 സ്ട്രോക്ക് വേണം. എന്നാൽ 4 സ്ട്രോക്ക് എഞ്ചിനാണെങ്കിൽ 4 സ്ട്രോക്ക് ആവശ്യമാണ്. 2 സ്ട്രോക്ക് എഞ്ചിനിൽ
ഫ്ലൈ വീലിൻ്റെ പ്രവർത്തനം ടൈമിംഗ് ക്രമീകരിക്കുന്നു. എന്നാൽ 4 സ്ട്രോക്ക് എഞ്ചിനിൽ ടൈമിംഗ് ക്രമീകരിക്കുന്നത് ക്യാം ഷാഫ്റ്റ് പ്രവർത്തനമാണ്. ഫ്ലൈ വീലിൻ്റെ പ്രവർത്തനമാണ് 2 സ്ട്രോക്ക് എഞ്ചിനിൽ ടൈമിംഗ് ക്രമീകരിക്കുന്നത്. 4 സ്ട്രോക്ക് ആണെങ്കിൽ ടൈമിംഗ് ക്രമീകരിക്കുന്നത് ക്യാം ഷാഫ്റ്റിൻ്റെ പ്രവർത്തനമാണ്. 2 സ്ട്രോക്ക് എഞ്ചിനിലാണ് ഒരു പവർ സ്ട്രോക്കിന് ഫ്ലൈ വീലിൻ്റെ ഒരു കറക്കം മതി. എന്നാൽ 4 സ്ട്രോക്ക് ആകുമ്പം 2 കറക്കം വേണം. 2 സ്ട്രോക്ക് എഞ്ചിനിൽ ഒരു പവർ സ്ട്രോക്കിന് ഫ്ലൈ വീലിൻ്റെ ഒരു കറക്കം മതി. എന്നാൽ 4 സ്ട്രോക്ക് ആണെങ്കിൽ ഒരു പവർ സ്ട്രോക്കിന് ഫ്ലൈ വീലിൻ്റെ 2 കറക്കം വേണം. 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ മറ്റു സവിശേഷതകൾ കൂടി നോക്കാം. ഇന്ധനക്ഷമത കുറവായിരിക്കും. ഭാരം കുറഞ്ഞ എഞ്ചിനുകളാണ്. എയർ കൂളിംഗ് മൂലം എഞ്ചിൻ തണുപ്പിക്കുന്നു. ലൂബ്രിക്കേഷന് പ്രത്യേക സംവിധാനങ്ങളൊന്നും ഇല്ലായിരിക്കും. ചെറിയ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇവയ്ക്ക് വില കുറവായിരിക്കും. 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ പ്രത്യേകതകൾ ഒന്നുകൂടി. അലുമിനിയം അലോയ്ഡ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രവർത്തന സൈക്കിൾ പൂർത്തിയാക്കാൻ 2 സ്ട്രോക്ക് വേണം. ഫ്ലൈ വീലിൻ്റെ പ്രവർത്തനം ടൈമിംഗ് ക്രമീകരിക്കുന്നു. ഒരു പവർ സ്ട്രോക്കിന് ഫ്ലൈ വീലിൻ്റെ ഒരു കറക്കം മതി. ഇന്ധനക്ഷമത കുറവായിരിക്കും. ഭാരം കുറഞ്ഞ എഞ്ചിനുകളാണ്. എയർ കൂളിംഗ് മൂലം എഞ്ചിൻ തണുപ്പിക്കുന്നു. ലൂബ്രിക്കേഷന് പ്രത്യേകം സംവിധാനങ്ങളൊന്നും ഇല്ലായിരിക്കും. ചെറിയ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇവയ്ക്ക് വില കുറവായിരിക്കും. എന്നാൽ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ സവിശേഷത എന്താണെന്നുള്ളത് നോക്കാം. ഉരുക്ക് എഞ്ചിൻ ഉപയോഗിക്കുന്നു. 4 സ്ട്രോക്ക് വേണം. ടൈമിംഗ് ക്രമീകരിക്കുന്നത് ക്യാം ഷാഫ്റ്റിൻ്റെ പ്രവർത്തനമാണ്. ഒരു പവർ സ്ട്രോക്കിന് ഫ്ലൈ വീലിൻ്റെ 2 കറക്കം വേണം. ഇന്ധനക്ഷമത കൂടുതലാണ്. ഭാരം കൂടിയ എഞ്ചിനുകളാണ്. വാട്ടർ കൂളിംഗ് ഉപയോഗിച്ചാണ് എഞ്ചിൻ തണുപ്പിക്കുന്നത്. ലൂബ്രിക്കേഷന് പ്രത്യേക സംവിധാനം ഉണ്ട്. വലിയ വാഹനങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. വിലയും കൂടുതലായിരിക്കും. ചോക്ക് ലിവർ വലിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്ധന മിശ്രിതത്തിലെ പെട്രോളിൻ്റെ അനുപാതം വർദ്ധിക്കുന്നു. ചോക്ക് ലിവർ വലിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇന്ധന മിശ്രിതത്തിലെ പെട്രോളിൻ്റെ അനുപാതം വർദ്ധിക്കുന്നു. വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചോക്ക് വലിച്ചാൽ സംഭവിക്കുന്നത് ഇന്ധന നഷ്ടം, സിലിണ്ടർ ഫിത്തിക്കുള്ളിൽ കേടുപാട്. ചോക്ക് ലിവർ വലിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇന്ധന മിശ്രിതത്തിലെ പെട്രോളിൻ്റെ അനുപാതം വർദ്ധിക്കുന്നു. വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചോക്ക് വലിച്ചാൽ സംഭവിക്കുന്നത് ഇന്ധനനഷ്ടം, സിലിണ്ടർ ഫിത്തിക്ക് കേടുപാട്. ഹോണിനും ഹോൺ സ്വിച്ചിനും ഇടയിലായി കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണമാണ് ഹോൺ റിലേ. ഹോണിനും ഹോൺ സ്വിച്ചിനും ഇടയിലായി കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ഹോൺ റിലേ. ഹോൺ റിലേ. എന്താണ് ഗിയർ? വാഹനം വ്യത്യസ്ത വേഗതയിൽ ഓടിക്കുന്നതിന് ആവശ്യമായതാണ് ഗിയർ. വാഹനം വ്യത്യസ്ത വേഗതയിൽ ഓടിക്കുന്നതിനാവശ്യമായതാണ് ഗിയർ. ഗിയർ ബോക്സിൻ്റെ ധർമ്മം വാഹനത്തിൻ്റെ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന നിശ്ചിത ശക്തിയെ ആവശ്യാനുസരണം ചക്രങ്ങളിൽ എത്തിക്കുക എന്നതാണ്. ഗിയർ ബോക്സിൻ്റെ ധർമ്മം വാഹനത്തിൻ്റെ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന നിശ്ചിത ശക്തിയെ ആവശ്യാനുസരണം ചക്രങ്ങളിൽ എത്തിക്കുക എന്നതാണ്. വലിയ ഗിയറുകൾ ചെറിയ ഗിയറുകളെ കറക്കുമ്പോൾ വേഗത വർദ്ധിക്കുന്നു, എന്നാൽ ശക്തി കുറയുന്നു. വലിയ ഗിയറുകൾ ചെറിയ ഗിയറുകളെ കറക്കുമ്പോൾ വേഗത വർദ്ധിക്കുന്നു, എന്നാൽ ശക്തി കുറയുന്നു. തിരിച്ച് ചെറിയ ഗിയറുകൾ വലിയ ഗിയറുകളെ കറക്കുമ്പോൾ വേഗത കുറയുന്നു, എന്നാൽ ശക്തി കൂടുന്നു. ചെറിയ ഗിയറുകൾ വലിയ ഗിയറുകളെ കറക്കുമ്പോൾ വേഗത കുറയുന്നു, എന്നാൽ ശക്തി കൂടുന്നു. ഹാൻഡ് ഗിയർ ലിവറിൻ്റെ സ്ഥാനം ക്ലച്ച് പെഡലിന് ഇടതുവശത്ത് ഗിയർ ബോക്സിൻ്റെ നേരെ മുകളിലാണ്. ഹാൻഡ് ഗിയർ ലിവറിൻ്റെ സ്ഥാനം ക്ലച്ച് പെഡലിന് ഇടതുവശത്ത് ഗിയർ ബോക്സിന് നേരെ മുകളിലാണ്. ഒരു വാഹനത്തിലെ ഏറ്റവും ശക്തിയുള്ള ഗിയറാണ് റിവേഴ്സ് ഗിയർ. ഒരു വാഹനത്തിലെ ഏറ്റവും ശക്തിയുള്ള ഗിയർ ഏതാണ്? റിവേഴ്സ് ഗിയർ ആണ്. റിവേഴ്സ് ഗിയറിൽ പോകാൻ പാടില്ലാത്ത റോഡാണ് വൺ വേ. റിവേഴ്സ് ഗിയറിൽ പോകാൻ പാടില്ലാത്ത റോഡാണ് വൺ വേ. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് വശം ചരിഞ്ഞോ തലകീഴായോ മറിയുന്ന അവസ്ഥയാണ് റോൾ ഓവർ. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് വശം ചരിഞ്ഞോ തലകീഴായോ മറിയുന്ന അവസ്ഥ പറയുന്നതാണ് റോൾ ഓവർ. റിംഗ് ഗിയർ ഏത് എഞ്ചിൻ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്ലൈ വീൽ. റിംഗ് ഗിയർ ഫ്ലൈ വീൽ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഹാൻഡ് ഗിയറിൻ്റെ മറ്റൊരു പേരാണ് ഫ്ലോർ ഗിയർ. ഹാൻഡ് ഗിയറിൻ്റെ മറ്റൊരു പേരാണ് ഫ്ലോർ ഗിയർ. ഫ്ലോർ ഗിയർ എന്നും അറിയപ്പെടുന്നു. ആധുനിക കാറുകളുടെ ഗിയർ ലിവർ ഘടിപ്പിച്ചിരിക്കുന്നത് ഫ്ലോറിലാണ്. ആധുനിക കാറുകളുടെ ഗിയർ ലിവർ ഘടിപ്പിച്ചിരിക്കുന്നത് ഫ്ലോറിലാണ്.
സ്റ്റിയറിംഗ് ഗിയറിൻ്റെ സ്ഥാനം സ്റ്റിയറിംഗ് കോളത്തിന് താഴെയാണ്. സ്റ്റിയറിംഗ് ഗിയറിൻ്റെ സ്ഥാനം സ്റ്റിയറിംഗ് കോളത്തിന് താഴെയാണ്. പഴയ അംബാസഡർ കാറുകളുടെ ഗിയർ ലിവർ സ്ഥാപിച്ചിരിക്കുന്നത് സ്റ്റിയറിംഗ് കോളത്തിനാണ്. പഴയ അംബാസഡർ കാറുകളുടെ ഗിയർ ലിവർ ഘടിപ്പിച്ചിരിക്കുന്നത് സ്റ്റിയറിംഗ് കോളത്തിലാണ്. എന്നാൽ ആധുനിക കാറുകളുടെ ഗിയർ ലിവർ ഘടിപ്പിച്ചിരിക്കുന്നത് ഫ്ലോറിലാണ്. 3 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള വാഹനത്തിലെ ഗിയറുകളുടെ എണ്ണം 4 ആയിരിക്കും. 3 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള വാഹനത്തിലെ ഗിയറുകളുടെ എണ്ണം 4 ആയിരിക്കും. 3 ഫോർവേഡും 1 റിവേഴ്സും ആയിരിക്കും. 3 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള വാഹനത്തിലെ ഗിയറുകളുടെ എണ്ണം 4 ആയിരിക്കും. ഒരു വാഹനത്തെ നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗിയറാണ് ഫസ്റ്റ് ഗിയർ. ഒരു വാഹനത്തെ നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗിയറാണ് ഫസ്റ്റ് ഗിയർ. മുന്നോട്ടുള്ള ഗിയറുകളെ ശക്തി കൂടിയത് ഫസ്റ്റ് ഗിയർ ആയിരിക്കും. മുന്നോട്ടുള്ള ഗിയറുകളെ ശക്തി കൂടിയത് ഫസ്റ്റ് ഗിയർ ആണ്. ഏറ്റവും കുറഞ്ഞ ശക്തിയുള്ള ഗിയറാണ് ടോപ്പ് ഗിയർ. ഏറ്റവും കുറഞ്ഞ ശക്തിയുള്ളത് ടോപ്പ് ഗിയറും എന്നാൽ മുന്നോട്ടുള്ള ഗിയറുകൾ ശക്തി കൂടിയതും ഫസ്റ്റ് ഗിയർ ആയിരിക്കും. ഹൈ റേഞ്ച് മേഖലയിൽ ഇറക്കം വരുമ്പോൾ കയറ്റം കയറാൻ ഉപയോഗിച്ച ഗിയർ തന്നെ ഉപയോഗിക്കണം. ഹൈ റേഞ്ച് മേഖലയിൽ ഇറങ്ങുമ്പോൾ കയറ്റം കയറാൻ ഉപയോഗിച്ച ഗിയർ തന്നെ ഉപയോഗിക്കണം. ഇറക്കം ഇറങ്ങുമ്പോൾ ഉപയോഗിക്കാവുന്ന ഗിയറാണ് ലോ ഗിയർ. ഇറക്കം ഇറങ്ങുമ്പോൾ ഉപയോഗിക്കാവുന്ന ഗിയറാണ് ലോ ഗിയർ. വലിയ വാഹനങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി ഗിയർ ന്യൂട്രൽ ഇടണം. വലിയ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി ഗിയർ ന്യൂട്രലിൽ ഇടണം. വാഹനത്തിന്റെ ടോർക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗിയർ ബോക്സ്. വാഹനത്തിന്റെ ടോർക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗിയർ ബോക്സ്. വ്യത്യസ്ത റോഡ് കണ്ടീഷൻ അനുസരിച്ച് വാഹനം ഓടിക്കാൻ സഹായിക്കുന്നത് ഗിയർ ബോക്സ് ആണ്. വ്യത്യസ്ത റോഡ് കണ്ടീഷൻ അനുസരിച്ച് വാഹനം ഓടിക്കാൻ സഹായിക്കുന്നത് ഗിയർ ബോക്സ് ആണ്. മോട്ടോർ സൈക്കിളിൽ ഉപയോഗിക്കുന്ന റിയർ ബോക്സ് ആണ് പ്രോഗ്രസീവ്. മോട്ടോർ സൈക്കിളിൽ ഉപയോഗിക്കുന്ന ഗിയർ ബോക്സ് ആണ് പ്രോഗ്രസീവ്. ഏറ്റവും താഴത്തെ ഗിയറിൽ വാഹനത്തിന്റെ പ്രവർത്തന ശക്തി കൂടുതലായിരിക്കും. ഏറ്റവും താഴത്തെ ഗിയറിൽ വാഹനത്തിന്റെ പ്രവർത്തന ശക്തി കൂടുതലായിരിക്കും. ന്യൂട്രൽ ഗിയറിൽ വാഹനം ഇറങ്ങിയാൽ അപകട സാധ്യത ഉണ്ടാകും. ന്യൂട്രൽ ഗിയറിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ച് അമർത്തിയാൽ സ്റ്റാർട്ട് മോട്ടോറിന്റെ ആയുസ് കൂടും. ന്യൂട്രൽ ഗിയറിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ച് അമർത്തിയാൽ സ്റ്റാർട്ട് മോട്ടോറിന്റെ ആയുസ് കൂടും. ഒരു വാഹനത്തിന്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് ഗിയറാണ്. ഒരു വാഹനത്തിന്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് ഗിയറാണ്. ഇന്ധനക്ഷമത കൂടുതൽ ലഭ്യമാകുന്നത് ടോപ്പ് ഗിയറിലായിരിക്കും. ഇന്ധനക്ഷമത കൂടുതൽ ലഭ്യമാകുന്നത് ടോപ്പ് ഗിയറിലായിരിക്കും. ഗിയർ ബോക്സ് സ്ഥിതി ചെയ്യുന്നത് ക്ലച്ചിനും ഡ്രൈവ് ലൈനിനും ഇടയിലാണ്. ഗിയർ ബോക്സ് സ്ഥിതി ചെയ്യുന്നത് ക്ലച്ചിനും ഡ്രൈവ് ലൈനിനും ഇടയിലാണ്. കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ഘടിപ്പിച്ച ഒരു വാഹനം ഓടിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഗിയർ മാറ്റുമ്പോഴും ക്ലച്ച് അമർത്തേണ്ടത് 2 തവണയാണ്. കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ഘടിപ്പിച്ച ഒരു വാഹനം ഓടിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഗിയർ മാറ്റുമ്പോഴും ക്ലച്ച് അമർത്തേണ്ടത് 2 തവണയാണ്. ഹെവി വാഹനങ്ങൾക്കുള്ള ഗിയറുകളുടെ എണ്ണം 5 മുൻ ഗിയറും 1 പിൻ ഗിയറുമാണ്. ഹെവി വാഹനങ്ങൾക്കുള്ള ഗിയറുകളുടെ എണ്ണം 5 മുൻ ഗിയറും 1 പിൻ ഗിയറുമാണ്. സൺ ഗിയർ ഉള്ളത് ഡിഫറൻഷ്യൽ യൂണിറ്റിലാണ്. സൺ ഗിയർ ഉള്ളത് ഡിഫറൻഷ്യൽ യൂണിറ്റിലാണ്. സ്റ്റിയറിംഗ് എന്താണെന്ന് നോക്കാം. സ്റ്റിയറിംഗ് ആമുകളെ ഡ്രാഗ് ലിങ്കുമായി ബന്ധിപ്പിക്കുന്നത് ഡൈ റോഡാണ്. സ്റ്റിയറിംഗ് ആമുകളെ ഡ്രാഗ് ലിങ്കുമായി ബന്ധിപ്പിക്കുന്നത് ഡൈ റോഡാണ്. ചക്രങ്ങൾ ഇടത്തേക്കും വലത്തേക്കും തിരിയുന്നതിന് സഹായിക്കുന്നത് സ്റ്റിയറിംഗ് ആണ്. ചക്രങ്ങൾ ഇടത്തേക്കും വലത്തേക്കും തിരിയുന്നതിന് സഹായിക്കുന്നത് സ്റ്റിയറിംഗ് ആണ്. മോട്ടോർ വാഹനത്തിന്റെ ഗതി നിയന്ത്രണ വളയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സ്റ്റിയറിംഗിനെയാണ്. മോട്ടോർ വാഹനത്തിന്റെ ഗതി നിയന്ത്രണ വളയം എന്നറിയപ്പെടുന്നത് സ്റ്റിയറിംഗ് ആണ്. എന്നാൽ സ്റ്റിയറിംഗിൽ ഉപയോഗിക്കുന്ന സിദ്ധാന്തം അക്കർമാൻ സിദ്ധാന്തം. സ്റ്റിയറിംഗിൽ ഉപയോഗിക്കുന്ന സിദ്ധാന്തമാണ് അക്കർമാൻ സിദ്ധാന്തം. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് വാഹനം എന്നാൽ സ്റ്റിയറിംഗ് കൺട്രോൾ ഇടതുഭാഗത്തുള്ള വാഹനം എന്നാണ് അർത്ഥം. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് എന്നാൽ സ്റ്റിയറിംഗ് കൺട്രോൾ ഇടതുഭാഗത്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ വാഹനങ്ങളുടെ സ്റ്റിയറിംഗ് കൺട്രോളിന്റെ സ്ഥാനം വാഹനത്തിന്റെ വലതുവശത്താണ്. ഇന്ത്യയിലെ വാഹനങ്ങളുടെ സ്റ്റിയറിംഗ് കൺട്രോളിന്റെ സ്ഥാനം വാഹനത്തിന്റെ വലതുവശമാണ്. സ്റ്റിയറിംഗ് പിടിക്കേണ്ടത്
2 കൈകൾ കൊണ്ടും 2 വശങ്ങളിലായിട്ട്. സ്റ്റിയറിംഗ് പിടിക്കേണ്ടത് 2 കൈകൾ കൊണ്ടും 2 വശങ്ങളിലായിട്ടാണ്. സ്റ്റിയറിംഗ് വീലിൽ കൈകൾ പിടിക്കേണ്ട കോൺ 60 ഡിഗ്രി. സ്റ്റിയറിംഗ് വീലിൽ കൈകൾ പിടിക്കേണ്ട കോൺ 60 ഡിഗ്രി. സ്റ്റിയറിംഗ് വീൽ കൈകൊണ്ട് പിടിക്കുമ്പോൾ ക്ലോക്കായി സങ്കല്പിച്ച് ഇടത് കൈയുടെയും വലത് കൈയുടെയും സ്ഥാനം 10 മണി 10 മിനിറ്റ്. സ്റ്റിയറിംഗ് വീൽ കൈകൊണ്ട് പിടിക്കുമ്പോൾ ക്ലോക്കായി സങ്കല്പിച്ച് ഇടത് കൈയുടെയും വലത് കൈയുടെ സ്ഥാനം 10 മണി 10 മിനിറ്റ് എന്നതായിരിക്കണം സ്ഥാനം. പവർ സ്റ്റിയറിംഗ് പ്രവർത്തിക്കുന്ന സിസ്റ്റം ഹൈഡ്രോളിക് സിസ്റ്റം. പവർ സ്റ്റിയറിംഗ് പ്രവർത്തിക്കുന്ന സിസ്റ്റം ഏതാണ്? ഹൈഡ്രോളിക് സിസ്റ്റം. ഡൈ റോഡ് എന്നത് ബന്ധപ്പെട്ടിരിക്കുന്ന വാഹന ഭാഗമാണ് സ്റ്റിയറിംഗ്. ഡൈ റോഡ് സ്റ്റിയറിംഗുമായി ബന്ധപ്പെട്ട വാക്കാണ്. വൈദ്യുത മോട്ടോറിൻ്റെയോ ഹൈഡ്രോളിക് പമ്പിൻ്റെയോ സഹായത്താൽ പ്രവർത്തിക്കുന്ന സ്റ്റിയറിംഗ് ആണ് പവർ സ്റ്റിയറിംഗ്. വൈദ്യുത മോട്ടോറിൻ്റെയോ ഹൈഡ്രോളിക് പമ്പിൻ്റെയോ സഹായത്താൽ പ്രവർത്തിക്കുന്ന സ്റ്റിയറിംഗ് ആണ് പവർ സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗ് വീൽ തിരിക്കുന്ന കോണും അതിന് തുല്യമായി സ്റ്റെപ്പ് ആക്സിൽ തിരിയുന്ന കോണും തമ്മിലുള്ള റേഷ്യോ ആണ് ടേണിംഗ് സർക്കിൾ റേഷ്യോ. സ്റ്റിയറിംഗ് വീൽ തിരിക്കുന്ന കോണും അതിന് തുല്യമായി സ്റ്റെപ്പ് ആക്സിൽ തിരിയുന്ന കോണും തമ്മിലുള്ള റേഷ്യോ അറിയപ്പെടുന്നതാണ് ടേണിംഗ് സർക്കിൾ റേഷ്യോ. ഡ്രോപ്പ് ആമിൻ്റെ താഴത്തെ അറ്റം ഉറപ്പിച്ചിരിക്കുന്നത് സ്റ്റിയറിംഗ് ആമുമായാണ്. ഡ്രോപ്പ് ആമിൻ്റെ താഴത്തെ അറ്റം ഉറപ്പിച്ചിരിക്കുന്നത് സ്റ്റിയറിംഗ് ആമുമായാണ്. വാഹനം നിയന്ത്രിക്കാൻ ഡ്രൈവർക്ക് ഏറ്റവും എളുപ്പമായ സ്റ്റിയറിംഗ് ആണ് പവർ അസിസ്റ്റന്റ് സ്റ്റിയറിംഗ്. വാഹനം നിയന്ത്രിക്കാൻ ഡ്രൈവർക്ക് ഏറ്റവും എളുപ്പമായ സ്റ്റിയറിംഗ് ആണ് പവർ അസിസ്റ്റന്റ് സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗ് കടുപ്പം കൂടാൻ കാരണം മുൻഭാഗ ടയറുകളിൽ എയർ പ്രഷർ കുറവായതുകൊണ്ട്. സ്റ്റിയറിംഗ് കടുപ്പം കൂടാൻ കാരണം മുൻഭാഗ ടയറുകളിൽ എയർ പ്രഷർ കുറവായതുകൊണ്ടാണ്. വാഹനം സ്റ്റിയറിംഗ് ലോക്ക് ആക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റിയറിംഗ് കറക്കമാണ് ടേണിംഗ് റേഡിയസ്. വാഹനം സ്റ്റിയറിംഗ് ലോക്ക് ആക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റിയറിംഗ് കറക്കം അറിയപ്പെടുന്നത് ടേണിംഗ് റേഡിയസ് എന്നാണ്. അടുത്തതായി ആക്സിലേറ്റർ. ആക്സിലേറ്ററിന്റെ ധർമ്മം എന്താണ്? എൻജിൻ സിലിണ്ടറിലേക്കുള്ള ഇന്ധന മിശ്രിതത്തിന്റെ പ്രവാഹം ക്രമീകരിച്ച് വേഗത നിയന്ത്രിക്കുക. ആക്സിലേറ്റർ ധർമ്മം എൻജിൻ സിലിണ്ടറിലേക്കുള്ള ഇന്ധന മിശ്രിതത്തിന്റെ പ്രവാഹം ക്രമീകരിച്ച് വേഗത നിയന്ത്രിക്കുക. ഒരു വാഹനത്തിന്റെ ഇന്ധനക്ഷമതയെ സ്വാധീനിക്കുന്ന ഘടകമാണ് ആക്സിലേറ്ററിന്റെ ഉപയോഗം. വാഹനത്തിന്റെ ഇന്ധനക്ഷമതയെ സ്വാധീനിക്കുന്ന ഘടകമാണ് ആക്സിലേറ്ററിന്റെ ഉപയോഗം. വാഹനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാനാണ് ആക്സിലേറ്റർ ഉപയോഗിക്കുന്നത്. ചക്രങ്ങൾക്ക് ചുറ്റും അക്ഷം പോലെ പ്രവർത്തിക്കുന്ന ഭാഗമാണ് ആക്സിലുകൾ. ചക്രങ്ങൾക്ക് ചുറ്റും അക്ഷം പോലെ പ്രവർത്തിക്കുന്ന ഭാഗമാണ് ആക്സിലുകൾ. എന്താണ് ക്ലച്ച്? എഞ്ചിനിൽ നിന്നും ചക്രങ്ങളിലേക്ക് അയക്കുന്ന ശക്തിയെ നിയന്ത്രിക്കുന്നത് ക്ലച്ചാണ്. എഞ്ചിനിൽ നിന്നും ചക്രങ്ങളിലേക്ക് അയക്കുന്ന ശക്തിയെ നിയന്ത്രിക്കുന്നത് ക്ലച്ചാണ്. ഒരു വാഹനത്തിൽ ക്ലച്ച് സ്ഥാപിച്ചിരിക്കുന്നത് എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിലാണ്. ഒരു വാഹനത്തിൽ ക്ലച്ച് സ്ഥാപിച്ചിരിക്കുന്നത് എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിലാണ്. എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം വേർപെടുത്തുന്നതിനാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത്. എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം വേർപെടുത്തുന്നതിനാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത്. എഞ്ചിന്റെ ചലനത്തെ ചക്രങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനം കൂടെയാണ് ക്ലച്ച്. എഞ്ചിന്റെ ചലനത്തെ ചക്രങ്ങളിലേക്ക് എത്തിക്കുന്നത് ക്ലച്ചാണ്. ക്ലച്ച് കപ്പാസിറ്റി നിയന്ത്രിക്കുന്ന പ്രധാന ഭാഗമാണ് ക്ലച്ച് ടെമ്പറേച്ചർ. ക്ലച്ച് കപ്പാസിറ്റി നിയന്ത്രിക്കുന്നത് ക്ലച്ച് ടെമ്പറേച്ചറാണ്. ബഹുമുഖ ക്ലച്ച് ഉപയോഗിക്കുന്ന കാറാണ് റേസിംഗ് കാർ. റേസിംഗ് കാറിൽ ബഹുമുഖ ക്ലച്ചാണ് ഉപയോഗിക്കുന്നത്. ക്ലച്ചിന് സാധാരണയായി വരുന്ന തകരാറ് ക്ലച്ച് സ്ലിപ്പിംഗ്. ക്ലച്ചിന് സാധാരണയായി വരുന്ന തകരാറാണ് ക്ലച്ച് സ്ലിപ്പിംഗ്. എഞ്ചിനിൽ നിന്നോ ഗിയർ ബോക്സിൽ നിന്നോ ഓയിൽ ചോർന്ന് ക്ലച്ച് ലൈനിങ്ങിൽ വീണാൽ സംഭവിക്കുന്നതാണ് ക്ലച്ച് സ്ലിപ്പിംഗ് എന്ന് പറയുന്നത്. എഞ്ചിനിൽ നിന്നോ ഗിയർ ബോക്സിൽ നിന്നോ ഓയിൽ ചോർന്ന് ക്ലച്ച് ലൈനിങ്ങിൽ വീണാൽ സംഭവിക്കുന്നതാണ് ക്ലച്ച് സ്ലിപ്പിംഗ്. ഗിയർ മാറ്റുമ്പോൾ ശബ്ദമുണ്ടായാൽ അതിന് കാരണവും ക്ലച്ച് സ്ലിപ്പിംഗ് ആണ്. ഗിയർ മാറ്റുമ്പോൾ ശബ്ദമുണ്ടായാൽ അതിന് കാരണം ക്ലച്ച് സ്ലിപ്പിംഗ് ആണ്. സാധാരണ ഉപയോഗിക്കുന്ന ക്ലച്ച് ഫേസിംഗ് മെറ്റീരിയലാണ് ഓർഗാനിക് ഫ്രിക്ഷൻ മെറ്റീരിയൽസ്. സാധാരണ ഉപയോഗിക്കുന്ന ക്ലച്ച് ഫേസിംഗ് മെറ്റീരിയലാണ് ഓർഗാനിക് ഫ്രിക്ഷൻ മെറ്റീരിയൽസ്. ക്ലച്ച് പ്ലേറ്റിനെതിരായി പ്രഷർ പ്ലേറ്റിനെ മൂടിയിരിക്കുന്ന വസ്തുവാണ് സ്പ്രിങ്സ്.
ക്ലച്ച് പ്ലേറ്റിനെതിരായി പ്രഷർ പ്ലേറ്റിനെ മൂടിയിരിക്കുന്ന വസ്തുവാണ് സ്പ്രിങ്സ്. ഏതു തരം ഗിയർ ബോക്സുകൾക്കാണ് ഡബിൾ ഡി ക്ലച്ച് ആവശ്യമായി വരുന്നത്? കോൺസ്റ്റന്റ് മെഷ്. ഏതു തരം ഗിയർ ബോക്സുകൾക്കാണ് ഡബിൾ ഡി ക്ലച്ച് ആവശ്യം വരുന്നത്? കോൺസ്റ്റന്റ് മെഷ്. വാഹനം ഏത് ഗിയറിലാണെങ്കിലും ക്ലച്ച് അമർത്തിയാൽ ന്യൂട്രൽ ഗിയറിലാവും. വാഹനം ഏത് ഗിയറിലാണെങ്കിലും ക്ലച്ച് അമർത്തിയാൽ ന്യൂട്രൽ ഗിയറിലാകും. ഫ്രിക്ഷൻ പ്ലേറ്റ് നിർമ്മിക്കുന്നത് ആസ്ബറ്റോസ് ഫൈബർ കൊണ്ടാണ്. ഫ്രിക്ഷൻ പ്ലേറ്റ് നിർമ്മിക്കുന്നത് ആസ്ബറ്റോസ് ഫൈബർ കൊണ്ടാണ്. വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലച്ച് പെഡലിൽ കാലമർത്തിയാൽ ഇന്ധനനഷ്ടം, ക്ലച്ച് തേയ്മാനം, ട്രാൻസ്മിഷൻ സിസ്റ്റം കേടുവരും. വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലച്ച് പെഡലിൽ കാലമർത്തിയാൽ ഇന്ധനനഷ്ടം, ക്ലച്ച് തേയ്മാനം, ട്രാൻസ്മിഷൻ സിസ്റ്റം കേടുപാട് എന്നിവ ഉണ്ടാകും. ക്ലച്ച് പെഡൽ പ്രവർത്തിപ്പിക്കുന്നത് ഇടത് കാൽ കൊണ്ടാണ്. ക്ലച്ച് പെഡൽ പ്രവർത്തിപ്പിക്കുന്നത് ഇടത് കാൽ കൊണ്ടാണ്. വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ച് അമർത്തിയാൽ ഗിയർ ബോക്സുമായുള്ള ബന്ധം ഒഴിവാക്കുന്നതിനാൽ സ്റ്റാർട്ടർ ലോഡ് കുറയും. വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ച് അമർത്തിയാൽ ഗിയർ ബോക്സുമായുള്ള ബന്ധം ഒഴിവാക്കുന്നതിനാൽ സ്റ്റാർട്ടർ ലോഡ് കുറയും. പ്രഷർ പ്ലേറ്റ്, ഫ്രിക്ഷൻ പ്ലേറ്റ്, സ്പ്രിംഗ്, ഫ്ലൈ വീൽ, റിലീസ് ബെയറിംഗ് എന്നിവ ക്ലച്ചുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. പ്രഷർ പ്ലേറ്റ്, ഫ്രിക്ഷൻ പ്ലേറ്റ്, സ്പ്രിംഗ്, ഫ്ലൈ വീൽ, റിലീസ് ബെയറിംഗ് എന്നിവ ക്ലച്ചുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. ക്ലച്ച് പ്ലേ കുറയുന്നതിന് കാരണം ക്ലച്ച് ഡിസ്കിൻ്റെ തേയ്മാനമാണ്. ക്ലച്ച് പ്ലേ കുറയുന്നതിന് കാരണം ക്ലച്ച് ഡിസ്കിൻ്റെ തേയ്മാനമാണ്. അടുത്തതായി ബ്രേക്ക്. വണ്ടിയുടെ വേഗത കുറയ്ക്കാനും വണ്ടി നിർത്താനും സഹായിക്കുന്ന സംവിധാനമാണ് ബ്രേക്ക്. വണ്ടിയുടെ വേഗത കുറയ്ക്കാനും വണ്ടി നിർത്താനും സഹായിക്കുന്ന സംവിധാനമാണ് ബ്രേക്ക്. ബ്രേക്ക് ചവിട്ടുന്നത് മുതൽ വാഹനം നിൽക്കുന്നത് വരെ ഓടിയ ദൂരമാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ബ്രേക്ക് ചവിട്ടുന്നത് മുതൽ വാഹനം നിൽക്കുന്നത് വരെ ഓടിയ ദൂരമാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ഒരു വശത്തേക്ക് പോകുന്നു എങ്കിൽ അതിന് ബ്രേക്ക് ട്രാഗിംഗ് ഉണ്ട്. വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ഒരു വശത്തേക്ക് പോകുന്നുവെങ്കിൽ അതിന് ബ്രേക്ക് ട്രാഗിംഗ് ഉണ്ട്. ബ്രേക്ക് പെഡൽ പ്രവർത്തിപ്പിക്കുന്നത് വലതുകാൽ കൊണ്ടാണ്. ബ്രേക്ക് പെഡൽ പ്രവർത്തിപ്പിക്കുന്നത് വലതുകാൽ കൊണ്ടാണ്. ബ്രേക്ക് ലൈനർ, ഡ്രം, ടയർ എന്നിവയുടെ തേയ്മാനത്തിന് കാരണമാകുന്നത് തുടർച്ചയായുള്ള ബ്രേക്കിൻ്റെ ഉപയോഗമാണ്. ബ്രേക്ക് ലൈനർ, ഡ്രം, ടയർ എന്നിവയുടെ തേയ്മാനത്തിന് കാരണം തുടർച്ചയായുള്ള ബ്രേക്കിൻ്റെ ഉപയോഗമാണ്. സഡൻ ബ്രേക്ക് ഉപയോഗിക്കുന്നത് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമായിരിക്കണം. സഡൻ ബ്രേക്ക് ഉപയോഗിക്കുന്നത് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ്. വാഹനം ഓടിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും പരിശോധിക്കേണ്ട പ്രധാന കാര്യമാണ് ബ്രേക്കിംഗ് സിസ്റ്റം. വാഹനം ഓടിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ബ്രേക്കിംഗ് സിസ്റ്റം. വേഗത ഇരട്ടിയാകുമ്പോൾ ബ്രേക്കിംഗ് ദൂരം 4 ഇരട്ടിയാകും. വേഗത ഇരട്ടിയാകുമ്പോൾ ബ്രേക്കിംഗ് ദൂരം 4 ഇരട്ടിയാകും. എക്സോസ്റ്റ് ബ്രേക്ക് സാധാരണയായി ഉപയോഗിക്കുന്നത് കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുമ്പോഴാണ്. എക്സോസ്റ്റ് ബ്രേക്ക് സാധാരണയായി ഉപയോഗിക്കുന്നത് കുത്തനെയുള്ള ഇറക്കം ഇറങ്ങുമ്പോൾ. എക്സോസ്റ്റ് ബ്രേക്ക് ഉൾപ്പെട്ടിരിക്കുന്നത് എൻജിൻ എക്സോസ്റ്റ് സിസ്റ്റത്തിലാണ്. എക്സോസ്റ്റ് ബ്രേക്ക് ഉൾപ്പെട്ടിരിക്കുന്നത് എൻജിൻ എക്സോസ്റ്റ് സിസ്റ്റത്തിലാണ്. ബ്രേക്ക് ചവിട്ടിയാൽ വലിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് ചാറ്റൽ മഴ പെയ്തതിനു ശേഷം. ബ്രേക്ക് ചവിട്ടിയാൽ വലിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് ചാറ്റൽ മഴ പെയ്തതിനു ശേഷം. തകരാറായ വീൽ ബെയറിനും തെറ്റായ ബ്രേക്ക് അഡ്ജസ്റ്റ്മെന്റുകളും എന്തിനു കാരണമാകാം? ബ്രേക്ക് ജാമിംഗ്. തകരാറായ വീൽ ബെയറിങ്ങും തെറ്റായ ബ്രേക്ക് അഡ്ജസ്റ്റ്മെന്റുകളും ബ്രേക്ക് ജാമിങ്ങിന് കാരണമാകും. എയർ ബ്രേക്ക് സംവിധാനത്തിൽ ബ്രേക്ക് പ്രവർത്തിക്കുന്ന മാധ്യമമാണ് കംപ്രസ്ഡ് എയർ. എയർ ബ്രേക്ക് സംവിധാനത്തിൽ ബ്രേക്ക് പ്രവർത്തിക്കുന്ന മാധ്യമമാണ് കംപ്രസ്ഡ് എയർ. ബ്രേക്ക് ലൈനർ നിർമ്മിച്ചിരിക്കുന്നത് ആസ്ബറ്റോസ് കൊണ്ടാണ്. ബ്രേക്ക് ലൈനർ നിർമ്മിച്ചിരിക്കുന്നത് ആസ്ബറ്റോസ് കൊണ്ടാണ്. ബ്രേക്ക് ലൈനിങ് ഉറപ്പിച്ചിരിക്കുന്നത് ബ്രേക്ക് ഷൂവിലാണ്. ബ്രേക്ക് ലൈനർ നിർമ്മിച്ചിരിക്കുന്നത് ആസ്ബറ്റോസ് കൊണ്ടും എന്നാൽ ഉറപ്പിച്ചിരിക്കുന്നത് ബ്രേക്ക് ഷൂവിലുമാണ്. എയർ ബ്രേക്ക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എയർ ലീക്കായാൽ അറിയുന്നത് ഗേജ് നോക്കിയാണ്.
എയർ ബ്രേക്ക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എയർ ലീക്കായാൽ അറിയുന്നത് ഗേജ് നോക്കിയാണ്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ബ്രേക്കാണ് ഹാൻഡ് ബ്രേക്ക്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ ബ്രേക്ക് തകരാറിലായാൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാം. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ ബ്രേക്ക് തകരാറിലായാൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാം. സാധാരണ കാറുകളിൽ പ്രവർത്തിക്കുന്ന ബ്രേക്ക് സിസ്റ്റം ഹൈഡ്രോളിക് ബ്രേക്കാണ്. സാധാരണ കാറുകളിൽ പ്രവർത്തിക്കുന്ന ബ്രേക്കിംഗ് സിസ്റ്റം ഹൈഡ്രോളിക് ബ്രേക്കാണ്. 4 ചക്രങ്ങളെയും ഒരേ സമയത്ത് പിടിച്ചു നിർത്തുന്ന ബ്രേക്കാണ് ഫുട് ബ്രേക്ക്. 4 ചക്രങ്ങളെയും ഒരേ സമയത്ത് പിടിച്ചു നിർത്തുന്ന ബ്രേക്കാണ് ഫുട് ബ്രേക്ക്. പിൻ ചക്രങ്ങളെ പിടിച്ചു നിർത്തുന്ന ബ്രേക്കാണ് ഹാൻഡ് ബ്രേക്ക്. പിൻ ചക്രങ്ങളെ പിടിച്ചു നിർത്തുന്ന ബ്രേക്കാണ് ഹാൻഡ് ബ്രേക്ക്. പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനം താനെ ഉരുണ്ടു പോകാതിരിക്കാനുള്ള ബ്രേക്കും ഹാൻഡ് ബ്രേക്കാണ്. ഒരു സ്റ്റാൻഡ് ബൈ ബ്രേക്ക് എന്ന് പറയാവുന്ന ബ്രേക്കാണ് ഹാൻഡ് ബ്രേക്ക്. ഒരു സ്റ്റാൻഡ് ബൈ ബ്രേക്ക് എന്ന് പറയാവുന്ന ബ്രേക്കാണ് ഹാൻഡ് ബ്രേക്ക്. വാഹനം കയറ്റത്ത് നിർത്തുമ്പോൾ ഉപയോഗിക്കേണ്ട ബ്രേക്ക് ഹാൻഡ് ബ്രേക്കാണ്. വാഹനം കയറ്റത്ത് നിർത്തുമ്പോൾ ഉപയോഗിക്കേണ്ട ബ്രേക്കാണ് ഹാൻഡ് ബ്രേക്ക്. ചരിഞ്ഞ പ്രതലത്തിൽ നിർത്തിയിരിക്കുന്ന ഒരു വാഹനം ന്യൂട്രൽ ഗിയറിൽ പോലും അനങ്ങുന്നില്ല. കാരണം പാർക്കിംഗ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടില്ല. ചരിഞ്ഞ പ്രതലത്തിൽ നിർത്തിയിരിക്കുന്ന ഒരു വാഹനം ന്യൂട്രൽ ഗിയറിൽ പോലും അനങ്ങുന്നില്ലെങ്കിൽ കാരണം പാർക്കിംഗ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടില്ല എന്നാണ്. ഇടത് വീലിലെ ബ്രേക്ക് ഡ്രമ്മിൽ ഓയിൽ കടന്ന് ബ്രേക്ക് ലൈനർ നനഞ്ഞാൽ വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ വലതുവശത്തേക്ക് പാളിപ്പോകും. ഇടത് വീലിലെ ബ്രേക്ക് ഡ്രമ്മിൽ ഓയിൽ കടന്ന് ബ്രേക്ക് ലൈനർ നനഞ്ഞാൽ വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ വലതുവശത്തേക്ക് പാളിപ്പോകും. വളവ് തിരിയുന്ന വാഹനത്തിന്റെ ഇടതുവശത്ത് വീലുകളുടെ വേഗത വ്യത്യാസപ്പെടുത്തി സ്ഥിരത നിലനിർത്തുന്ന സംവിധാനത്തിന്റെ പേരാണ് ഡിഫറൻഷ്യൽ മെക്കാനിസം. വളവ് തിരിയുന്ന വാഹനത്തിന്റെ ഇടതു വലത് വീലുകളുടെ വേഗത വ്യത്യാസപ്പെടുത്തി സ്ഥിരത നിലനിർത്തുന്ന സംവിധാനത്തിന്റെ പേരാണ് ഡിഫറൻഷ്യൽ മെക്കാനിസം. ABS ബ്രേക്ക് സംവിധാനം കൊണ്ടുള്ള ഗുണം പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ വാഹനം തെന്നിപ്പോകാതെ നേരെ നിൽക്കും. ABS ബ്രേക്ക് സംവിധാനം കൊണ്ടുള്ള ഗുണമാണ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ വാഹനം തെന്നിപ്പോകാതെ നേരെ നിൽക്കും. ABSന്റെ പൂർണ്ണരൂപമാണ് ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം. ABSന്റെ പൂർണ്ണരൂപമാണ് ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം. ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. ഇതിൻ്റെ തുടർഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.